ഞാനിന്നുള്ളത് മൈസൂറിലെ വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലത്താണ്. അതായത് മഹാനായ ടിപ്പു സുൽത്താൻ, അവരുടെ ഉപ്പ, മാതാവ്, അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഇവരുടെയൊക്കെ മക്കാമുകൾ, അവരൊക്കെ മക്കാമുകൾ നമുക്ക് ഈ ഒരു സ്ഥലത്ത് വന്നാൽ നമുക്ക് കാണാം. ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ട്. അന്ന് എനിക്കിവിടെ കയറാൻ സാധിച്ചില്ല. ഇവിടെ നമുക്ക് വന്നാലേ ഒരുപാട് കുതിര സഫാരികൾ കാണാം. അവരുമുണ്ടായ ഒരു തർക്കത്തെ കാരണം അന്ന് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകേണ്ടി വന്നു. അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ, അതായത് മഹാനായ ടിപ്പു സുൽത്താനെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം. മകനെ, എൻ്റെ പൂർവികർ എനിക്ക് നൽകിയിട്ടില്ലാത്ത ഒരു രാജ്യം ഞാൻ നിനക്ക് നൽകുന്നു. നിനക്ക് അഭിമാനിക്കാനുള്ള ഏറ്റവും വലിയ ശത്രുക്കൾ ബ്രിട്ടീഷുകാരാണ്. ദീർഘവിശ്രമത്തോടെ കാര്യങ്ങൾ കൈയാളുക. അവരുടെ തന്ത്രങ്ങൾ കണ്ടറിഞ്ഞ് അത് അവർക്ക് നേരെ തന്നെ പ്രയോഗിച്ച് വിജയം കൈവരിക്കുക. മകൻ ടിപ്പുവിന് ഹൈദരാലി ഖാൻ എഴുതി വെച്ച വസിയത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ആണിത്. പിതാവിൻ്റെ അനുശാസനകൾ ജീവിതത്തിൽ ഉടനീളം ടിപ്പു സുൽത്താൻ നടപ്പിൽ വരുത്തി. മരണം വരെ ബ്രിട്ടീഷുകാരുമായി സന്ധിയില്ലാ സമരത്തിൽ ഏർപ്പെട്ടു. ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടി തന്നാലാവുന്നതൊക്കെ ചെയ്തു. ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതിന് സഹോദര സമുദായങ്ങൾക്ക് പോലും കരം ഒഴിവാക്കി ഭൂമിയും ഗണ്യമായ മറ്റു സംഭാവനകളും അദ്ദേഹം നൽകി. ഗുരുവായൂർ ക്ഷേത്രം, തൃക്കണ്ടിയൂർ ക്ഷേത്രം എന്നിവ അവയിൽ ചിലത് മാത്രം. മൈസൂർ ശൃംഗേരി മഠത്തിൽ പൂജാകർമ്മങ്ങൾ നടത്താനും മറാത്തികൾ നശിപ്പിച്ച സരസ്വതി വിഗ്രഹം പുനഃപ്രതിഷ്ഠിക്കാനും നിരവധി ദിവ്യം ടിപ്പു സുൽത്താൻ നൽകിയിട്ടുള്ള രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. പടയോട്ടക്കാരനായും വിഗ്രഹങ്ങൾ തകർക്കുന്നവനായും മതഭ്രാന്തനായും വെള്ളക്കാർ ചിത്രീകരിച്ച ടിപ്പുവിൻ്റെ അരമനക്കടുത്തുള്ള വെങ്കിട്ടരാമന, ശ്രീനിവാസ, ശ്രീ രംഗനാഥ എന്ന ആരാധനാലയങ്ങൾ അദ്ദേഹത്തിൻ്റെ വിശാലമായ മനസ്സിനും ഔദാര്യത്തിനും അനുദ്ദേശമായ ദൃഷ്ടാന്തങ്ങളാണ്. നശിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ വളരെ എളുപ്പം അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. തൻ്റെ കീഴിലുള്ള ഏറ്റവും ഉയർന്ന ഉദ്യോഗങ്ങളിൽ പോലും ഇതര മതസ്ഥരായ പലരെയും നിയമിച്ചത് അദ്ദേഹത്തിൻ്റെ മതസഹിഷ്ണുതയ്ക്ക് മകുടം ചാർത്തുന്നു. കൃഷ്ണറാവു, പൂർണ്ണയ്യ, എസ്.എൻ. റാവു ഇവരൊക്കെ ടിപ്പു സുൽത്താൻ്റെ മന്ത്രി പ്രമുഖരിൽ ചിലർ മാത്രം. മഹാനായ ഗാന്ധിജി തന്നെ തൻ്റെ യങ് ഇന്ത്യയിൽ ഇങ്ങനെ പറയുന്നത് നോക്ക്: മൈസൂരിൽ സുൽത്താനായിരുന്ന ടിപ്പു ബ്രിട്ടീഷുകാരോട് ഘോര യുദ്ധം ചെയ്തു. ധീരനായ ടിപ്പു മതവിദ്വേഷിയായിരുന്നില്ല. ടിപ്പുവിൻ്റെ പ്രധാനമന്ത്രി തന്നെ ഹിന്ദുവായിരുന്നു. ടിപ്പുവിനെ ഒറ്റിക്കൊടുത്തത് അയാൾ ആണെന്ന് പറയുന്നതിൽ ലജ്ജയുണ്ട്. അന്ത്യം വരെ ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങാൻ കൂട്ടാക്കാതിരുന്ന ടിപ്പുവിനെ തന്നെ മന്ത്രിപ്രമുഖരിൽ ചിലർ നടത്തിയ ഗൂഢാലോചനയുടെയും ചതിയുടെയും ഫലമായാണ് വധിക്കാൻ കഴിഞ്ഞത്. ടിപ്പു സുൽത്താൻ്റെ ശ്രീരംഗപട്ടണം കോട്ടയുടെ രഹസ്യവാതിൽ തുറന്നു കൊടുക്കാൻ കൂട്ടുനിന്ന പൂർണ്ണയും മീർ സ്വാദിഖും പിന്നീട് വധിക്കപ്പെടുകയാണ് ഉണ്ടായത്. സ്വാതന്ത്ര്യത്തോടു കൂടി അല്ലാതെ ഒരു മണിക്കൂർ എരിയായി ജീവിക്കുന്നതിലും ഭേദം സ്വന്തത്തോടെ ഒരു നിമിഷം പുലിയായി ജീവിക്കുന്നതാണ് എന്ന് വിശ്വസിച്ച ആ ധീരദേശാഭിമാനിയെ മതഭ്രാന്തനും ആക്രമണകാരിയും സുഖലോലുപനും കൊള്ളക്കാരനുമായി ചിത്രീകരിക്കുന്നവർക്ക് കാലം ഒരിക്കലും മാപ്പ് നൽകില്ല എന്ന് തന്നെ പറയാം. നാടിൻ്റെ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഏത് ഭരണപരിഷ്കരണ നടപടിയും രാജ്യത്തിനകത്ത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രതികൂലമായി ബാധിച്ചെന്ന് വരാം. എന്നുവെച്ച് ആ നടപടി അവർക്കെതിരെയാണെന്ന് വരുത്തി വെക്കുന്നത് തികഞ്ഞ ധാർഷ്ട്യവും രാജ്യപുരോഗതിക്കെതിരെയുള്ള പുറംതിരിഞ്ഞിരിക്കലുമാണ്. പരിഷ്കരണത്തിന് തുനിഞ്ഞിറങ്ങിയ മുഴുവൻ ഭരണാധികാരികളും ഇത്തരം അവസ്ഥകളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഉദാഹരണത്തിൽ മലബാറിലെ കാർഷിക പരിഷ്കരണ കാലത്ത് മഞ്ചേരിയിലെ അത്തൻകുരിക്കൾ, മണ്ണത്തല ഹൈദ്രസ് കുട്ടി മൂപ്പൻ എന്നീ നാട്ടുപ്രമാണിമാർ ടിപ്പുവിനെതിരെ സാമൂതിരിയുടെ പക്ഷത്ത് ചേർന്ന് പടക്കൊരുങ്ങിയിട്ടുണ്ട്. സമ്പന്ന കർഷകരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു വിധത്തിലുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ കാർഷിക പരിഷ്കരണം. മറ്റൊരിക്കൽ 1788 ടിപ്പു സുൽത്താൻ കുരുമുളക് വ്യാപാരത്തിന് ഏർപ്പെടുത്തിയ നിയന്ത്രണം മറ്റൊരാളെക്കാളും പ്രതികൂലമായി ബാധിച്ചത് ആ രംഗത്തെ കുത്തകൾ ആയിരുന്ന മാപ്പിളമാരെ ആയിരുന്നു. അന്ന് അവരും ടിപ്പു സുൽത്താനെതിരെ നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു കേട്ടോ. അതുപോലെ മലബാർ മേഖലയിലെ ഭരണം പുനഃസംവിധാനം ചെയ്യുന്നതോടൊപ്പം ജാതി വ്യവസ്ഥ, ബഹുഭർത്തൃത്വം മുതലായ അനാചാരങ്ങൾ തുടച്ചു നീക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ അദ്ദേഹം ആസൂത്രണം ചെയ്തിരുന്നു. മാറുമറക്കുന്നതിന് കുറ്റകരമാണെന്നുള്ള തൽപന കക്ഷികളുടെ ഭീഷണിയിൽ കുടുങ്ങി അക്കാലത്ത് മാറുമറക്കാൻ സ്ത്രീകൾ തന്നെ മടിച്ചിരുന്നു. സമൂഹത്തിലെ ലൈംഗിക അരാജകത്വം തങ്ങളുടെ സുഖസൗകര്യങ്ങൾക്ക് മറയ്ക്കാൻ കൊതിച്ചിരുന്ന ഒരു വിഭാഗം ആഢ്യരായിരുന്നു ഇതിനു മുന്നിൽ. ഈ ഹീന പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ടിപ്പു സുൽത്താൻ ആഹ്വാനം ചെയ്തിരുന്നു. ഒരു മുസ്ലിം ഭരണാധികാരിയുടെ ഈ ഒരു നടപടി മറ്റൊരു രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ സ്ഥാപിത താൽപ്പര്യക്കാർ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ടിപ്പു സുൽത്താൻ ഹിന്ദുക്കളെ മതം മാറ്റാനുള്ള നടപടിയുടെ ആദ്യപടിയാണെന്നും നമ്മൾ ഹിന്ദുക്കൾ കരുതിയിരിക്കണമെന്നും അണിയറയിൽ പ്രചരിപ്പിച്ചു. സാമൂഹ്യ അന്തരീക്ഷം കലുഷിതമാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. സത്യത്തിൽ ജനങ്ങളുടെ ഭൗതികവും ധാർമ്മികതയും അഭിവൃദ്ധിയെ ഉന്നം വെച്ചുകൊണ്ടുള്ള
ഒരു തീരുമാനമായിരുന്നു അത്. കുഴപ്പങ്ങൾക്ക് പരിഹാരം കാണണം. ഇത് മാത്രമാണ് മലബാർ സന്ദർശിക്കുമ്പോൾ ടിപ്പു സുൽത്താൻ ലക്ഷ്യമാക്കിയിരുന്നത്. യുദ്ധം അദ്ദേഹം ഉദ്ദേശിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ടുമില്ല. ജനങ്ങളോട് അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അതിന് പരിഹാരം കാണാനാണ് അദ്ദേഹം കുനിഞ്ഞത്. ടിപ്പു സുൽത്താൻ്റെ മലബാർ ഭാഗത്തെ ഒരു പുതിയ ഗവർണറുടെ നിലപാട് ജനങ്ങളെ പ്രകോപിപ്പിച്ചിരുന്നു. അത് മനസ്സിലാക്കിയ ടിപ്പു സുൽത്താൻ ആ ഗവർണറെ പിരിച്ചുവിടുകയും ചെയ്തു. ടിപ്പു സുൽത്താൻ്റെ ആ ഒരു തീരുമാനത്തിൽ ജനങ്ങളെല്ലാം സന്തുഷ്ടരായിരുന്നു. മലബാറിൽ ഒരിടത്തും അദ്ദേഹത്തിന് ഒരു എതിർപ്പും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. സാമൂതിരിമായ കുഴപ്പങ്ങൾ പരിഹരിക്കുന്നതിന് അദ്ദേഹം ആലോചനയിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. ടിപ്പു സുൽത്താൻ തൻ്റെ യാത്രയിൽ വഴിയിൽ കിണറുകളും റോഡുകളും എല്ലാം വെട്ടിക്കൊണ്ട് ജനസേവനവും ആവശ്യവും ഒന്നിച്ച് നടത്തിയിരുന്നു. വൈദേശികാധിപത്യത്തിനെതിരെ ആര് എന്ത് നിലപാട് സ്വീകരിച്ചാലും ടിപ്പുവിനെ അത് സന്തോഷിപ്പിക്കുമായിരുന്നു. അത് കോലോത്തിരി രാജാവ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരിൽ നിന്നും ധർമ്മപട്ടണം പിടിച്ചെടുത്തിരുന്നു. ഇതറിഞ്ഞപ്പോൾ ടിപ്പു സുൽത്താൻ വളരെയധികം സന്തോഷിക്കുകയും കോലോത്തിരി രാജാവ് കോയമ്പത്തൂരിൽ വന്നപ്പോൾ ടിപ്പു സുൽത്താൻ വളരെയധികം സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വീകരിക്കുകയും അതിഥിയായി താമസിപ്പിക്കുകയും ചെയ്തു. ടിപ്പു സുൽത്താൻ മലബാറിൽ നിന്നും പോയപ്പോൾ വിദേശീയ കച്ചവടക്കാരുടെ പ്രേരണയിൽ വഴങ്ങി സാമൂതിരി ടിപ്പു സുൽത്താൻ്റെ നിയന്ത്രണത്തിൽപ്പെട്ട പല സ്ഥലങ്ങളും പിടിച്ചടക്കി. ഇതറിഞ്ഞ ടിപ്പു സുൽത്താൻ തൻ്റെ ഒരു സൈന്യത്തെ അങ്ങോട്ടേക്ക് അയച്ചു. കഠിനമായ പോരാട്ടത്തിന് ശേഷം സാമൂതിരിയെ പരാജയപ്പെടുത്തി. ഈ പോരാട്ടത്തിന് നേതൃത്വം നൽകിയത് പ്രഗത്ഭരായ മീർ അലിയും ലാലിയും ആണ്. ടിപ്പു സുൽത്താൻ വെട്ടിയുണ്ടാക്കിയ താമരശ്ശേരി ചുരം റോഡ് വഴി ടിപ്പു വീണ്ടും മലബാറിലേക്ക് വന്നു. വഴിയെല്ലാം അദ്ദേഹത്തിന് കീഴടങ്ങി. താമരശ്ശേരി ചുരം റോഡ് കണ്ടെത്തിയത് കരിന്തണ്ടനോ അല്ലെങ്കിൽ ആ റോഡ് വെട്ടിയുണ്ടാക്കിയത് ബ്രിട്ടീഷുകാരോ അല്ല, മറിച്ച് അത് ടിപ്പു സുൽത്താൻ നിർമ്മിച്ച റോഡ് എന്നാണ് കേട്ടോ. കരിന്തണ്ടൻ താമരശ്ശേരി ചുരം റോഡ് കണ്ടെത്തി എന്ന് പറയുന്നത് ഒരു ഐതിഹ്യം മാത്രമാണ്. ചരിത്രവുമായി അതിനൊരു യാതൊരു ബന്ധമില്ല. എന്നാൽ താമരശ്ശേരി ചുരം റോഡ് പിന്നീട് ബ്രിട്ടീഷുകാർ വികസിപ്പിച്ചിട്ടുണ്ട്, അത് അവരുടെ ആവശ്യത്തിന് വേണ്ടി. താൻ മലബാറിൽ നിന്നാൽ മാത്രമേ ഇവിടെ, അതായത് മലബാർ നന്നാവുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് തോന്നി. ജാതീയത കൊടികുത്തി വായുന്ന അവർണർ സവർണർ മേധാവികൾക്ക് നാലയത്ത് എത്തിക്കൂടാ. ഈ വ്യവസ്ഥ ടിപ്പുവിനെ വല്ലാതെ വിഷമിപ്പിച്ചു. അത്തരം വ്യവസ്ഥകൾ മാറ്റണമെന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. അദ്ദേഹം വീണ്ടും കോഴിക്കോട് നിന്നും യാത്ര പോകുന്ന വഴിയിൽ താനൂർ വരെ റോഡ് വെട്ടി. അതാണ് താനൂരിലെ ടിപ്പു സുൽത്താൻ റോഡ്. കുറ്റിപ്പുറത്ത് വെച്ച് ടിപ്പു സുൽത്താനെ എതിർത്ത നായർ പടക്ക് ഒടുവിൽ തോറ്റ് പിന്മാറുകയും ഒടുവിൽ പരാജയം സമ്മതിച്ച് കീഴടങ്ങുകയും വന്നിട്ടുണ്ട്. കൂറ്റനാട് വെച്ച് ചെറിയ സംഘടനമുണ്ടായി. അവിടുത്തെ എതിർപ്പിൽ നായന്മാർക്ക് പുറമെ മാപ്പിളമാരും ഉണ്ടായിരുന്നു. അവിടെ നിന്നും അദ്ദേഹം തിരിച്ചു പോന്ന് വടക്കേ മലബാറിലെത്തി. ചിറക്കലിലെ രാജാവ് ബ്രിട്ടീഷുകാരോട് കൂടെ ചേർന്ന് ടിപ്പുവിനെ ശത്രുവായി കണ്ടു. ആ ഒരു ഉദ്യമത്തിൽ നിന്ന് പിന്തിരിഞ്ഞെങ്കിൽ വലിയ ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടും ചിറക്കൽ രാജാവ് കൂട്ടാക്കിയില്ല. യുദ്ധം തന്നെ വേണ്ടിവന്നു. യുദ്ധത്തിൽ ഇരുവിഭാഗത്തിനും നാശം പറ്റി. രാജാവ് തന്നെ അതിൽ കൊല്ലപ്പെട്ടു. പാലക്കാട് പഴയങ്ങാടി ഇവകളെ ബന്ധിപ്പിക്കുന്ന തോട് വെട്ടിപ്പിടിച്ചത് ടിപ്പു സുൽത്താനാണ്. നിഷ്കളങ്കരായ പാവങ്ങളെ ജാതിയും മതവും നോക്കാതെ ടിപ്പു സുൽത്താൻ സ്നേഹിച്ചു, അവർക്ക് സഹായങ്ങൾ ചെയ്തു. സുൽത്താൻ ബത്തേരി ടിപ്പു സുൽത്താൻ നിർമ്മിച്ച നഗരമാണ്. സ്വന്തം മകനായ അബ്ദുൽ ഖാലിദിന് കണ്ണൂരിലെ ബീവിയുടെ മകളെ അദ്ദേഹം വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. മലബാറിനോടുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ വേണ്ടിയാണ് ഈ ബന്ധം മകനെ കണ്ണൂരിൽ പാർപ്പിച്ച് ടിപ്പു സുൽത്താൻ നേരെ പോയത് ചാവക്കാട്ടേക്കായിരുന്നു കേട്ടോ. അവിടെ സുൽത്താനെ നേരിട്ടത് ഹൈദറോസ് കുട്ടി മൂപ്പനായിരുന്നു. അദ്ദേഹം സാമൂതിരിയുടെ ആളായിരുന്നു. ഏറ്റുമുട്ടലിൽ മൂപ്പൻ മൃതി അടഞ്ഞു. മൂപ്പൻ യുദ്ധത്തിൻ്റെ ഇടയിൽ ചാടിയ സ്ഥലമാണ് ചാട്ടുകുളം. അദ്ദേഹത്തിൻ്റെ തല മുറിഞ്ഞു വീണ സ്ഥലം ഇന്ന് മണത്തല എന്ന് അറിയപ്പെടുന്നു. ചാവക്കാട് വെച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പല നടപടികളും ടിപ്പു സുൽത്താൻ കൈക്കൊണ്ടു. ഭരണനിർദ്ദേശങ്ങൾ പുറപ്പെടുവിപ്പിച്ചു. ഇത് കാരണമായി പിണങ്ങി നിന്ന പലരും ഇണങ്ങി. ഇക്കൂട്ടത്തിൽ ഇണങ്ങിയതാണ് മഞ്ചേരിയിലെ അത്തൻ കുരിക്കൽ. വീണ്ടും തൻ്റെ സൈന്യങ്ങളെ അത്യാവശ്യ സ്ഥലങ്ങളിൽ നിർത്തി ടിപ്പു കോയമ്പത്തൂരിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടോ. തിരുവിതാംകൂർ രാജാവിന് കൂറ് ബ്രിട്ടീഷുകാരോട് തന്നെ സന്ദേശം അയച്ചിട്ടും മറ്റും അദ്ദേഹത്തിൻ്റെ നിലപാടിൽ മാറ്റം കാണുന്നില്ല. ഇനി യുദ്ധം തന്നെ. കൊച്ചി രാജാവ് ടിപ്പുവിനോട് നല്ല നിലക്ക് പറയുന്നുണ്ടെങ്കിലും കണ്ണ് തെക്കോട്ടേക്കായിരുന്നു. ടിപ്പു സൈന്യവുമായി പുറപ്പെട്ടു. കൊച്ചിയുടെ അതിർത്തിയിലെത്തി. അവിടെ നിന്നും തൃശ്ശൂരിലേക്കും എത്തി. ടിപ്പുവും സൈന്യവും വഴിയിലൂടെ നടന്നു നെടുങ്കോട്ടയിലെത്തി കിടങ്ങുകൾ ഉണ്ടാക്കി അതിൽ ഒളിച്ചിരുന്ന് പീരങ്കി കൊണ്ട് വെടിവെക്കുകയാണ് തിരുവിതാംകൂർ സൈന്യം. ഇത് ടിപ്പുവിൻ്റെ സൈന്യത്തിന് ഒരു ആഘാതമായിരുന്നു. പലരും മരിച്ചു വീണു, പലർക്കും മുറിവ് പറ്റി, പലരും പിന്മാറി. ടിപ്പുവിൻ്റെ പല്ലക്കുമായി ഭൃത്യന്മാർ പിന്നോട്ട് ഓടി കിടങ്ങിൽ വീണു. ടിപ്പുവിന് കാലിൽ മുറിവ് പറ്റി. തൽക്കാലം തിരുവിതാംകൂർ സൈന്യം പിൻവാങ്ങി. എന്നാൽ ടിപ്പു അടങ്ങിയില്ല. നല്ലൊരു സൈന്യത്തെ അയക്കാൻ അദ്ദേഹം ശ്രീരംഗപട്ടണത്തേക്ക് എഴുതി. താമസിയാതെ ശക്തമായി സൈന്യം എത്തി. അങ്ങനെ അവർ വീണ്ടും നെടുങ്കോട്ടേക്ക് നേരെ ആക്രമണം നടത്തി. അങ്ങനെ കോട്ടയുടെ ഒരു ഭാഗം ടിപ്പുവിൻ്റെ സൈന്യം പൊളിച്ചു കളഞ്ഞു.
തിരുവിതാംകൂർ സൈന്യത്തിന് പിന്മാറാതെ രക്ഷയില്ല എന്നായി യുദ്ധം ജയിച്ചുവെങ്കിലും തിരുവിതാംകൂർ അധീനപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല. ആലപ്പുഴ വരെ ജൈത്രയാത്ര നടത്തി തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. ഇംഗ്ലീഷുകാർ കീഴടക്കിയ കോട്ടയിലും മറ്റും ടിപ്പുവിനെ രാജ്യദ്രോഹിയും മതഭ്രാന്തനും ആക്കി ചിത്രീകരിക്കുന്ന കള്ളരേഖകൾ അവർ ചെമ്പുതകടിലും മറ്റും എഴുതി വച്ചിരുന്നു. ചരിത്ര യാഥാർത്ഥ്യങ്ങളെ മാറ്റിമറിക്കാൻ ബ്രിട്ടീഷുകാർ കാണിച്ച ലജ്ജകരമായ ഏർപ്പാടുകൾക്ക് ഉദാഹരണം മാത്രമാണ് ഈ സംഭവം. ഭാരതത്തിൻ്റെ ഐക്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി വിദേശികളോട് പൊരുതി മരണപ്പെട്ട ടിപ്പു രാജ്യദ്രോഹിയും അദ്ദേഹത്തിനെതിരെ ബ്രിട്ടീഷുകാരുമായി ചേർന്ന് ഉപചാപങ്ങൾ നടത്തിയവർ രാജ്യസ്നേഹികളുമായി ചിത്രീകരിക്കപ്പെട്ടു എന്നത് വിചിത്രമായ ഒരു പ്രതിഭാസം തന്നെയാണ്. ബ്രിട്ടീഷുകാർ ടിപ്പുവിനെ ക്രൂരനും വർഗീയവാദിയുമായി ചിത്രീകരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം അവരുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ ജീവനോടെ ഉള്ള കാലത്തോളം ഇന്ത്യ അടക്കി ഭരിക്കാൻ കഴിയില്ല എന്ന് ബ്രിട്ടീഷുകാർക്ക് നന്നായി അറിയാമായിരുന്നു. പുതിയ പുതിയ കെട്ടിടങ്ങൾ, റോഡുകൾ, നഗരങ്ങൾ ഇവയെല്ലാം ടിപ്പു സുൽത്താൻ നിർമ്മിച്ചിരുന്നു. ടിപ്പു സുൽത്താൻ നിർമ്മിച്ച ഒരു ചെറിയ നഗരമാണ് കോഴിക്കോട് ജില്ലയിലെ ഒരു ഫറൂഖ് എന്ന സ്ഥലം. ഫറൂഖിൽ ടിപ്പു സുൽത്താൻ്റെ പഴയ കോട്ടയുടെ അവശിഷ്ടങ്ങൾ ഇന്നും ഉണ്ട്. ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്ത് ഇന്ത്യയിൽ പലയിടത്തും ബ്രിട്ടീഷുകാർക്ക് കോളനികൾ ഉണ്ടായിരുന്നു. ആ കോളനിയിലെ ഭരണവും ടിപ്പുവിൻ്റെ ഭരണവും താരതമ്യം ചെയ്ത് ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ തന്നെ പറയുന്നത് ടിപ്പുവിൻ്റെ ഭരണം തന്നെ എന്തുകൊണ്ടും മെച്ചപ്പെട്ടതായിരുന്നു എന്നാണ്. മലബാറുകാർക്ക് വേണ്ടി പല നല്ല കാര്യങ്ങളും ടിപ്പു സുൽത്താൻ ചെയ്തിരുന്നു. മലബാറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്ന് കേട്ടാൽ മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ച് ടിപ്പു സുൽത്താൻ മലബാറിൽ ഓടിയെത്തുമായിരുന്നു. പ്രശ്നങ്ങൾ വളരെ തൃപ്തിയോടെ പരിഹരിച്ചതിനു ശേഷം മാത്രമേ അദ്ദേഹം തൻ്റെ തലസ്ഥാനത്തേക്ക് തിരിച്ചു പോകാറുള്ളൂ. 1766 മലബാർ മൈസൂർ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി തീർന്നത്. ടിപ്പു വർഗീയവാദിയായിരുന്നു. അദ്ദേഹം ഹിന്ദുക്കളെ മതം മാറ്റാൻ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഇത്തരം നിരവധി ആരോപണങ്ങൾ ഉണ്ട്. ഇത് ബ്രിട്ടീഷുകാരുടെ വികാരമായ ചരിത്രങ്ങൾ പകർത്തി എഴുതുമ്പോൾ പറ്റിയ പിഴവാണ്. ശ്രീരംഗം പട്ടണത്തിലുണ്ടായിരുന്ന ടിപ്പുവിൻ്റെ കൊട്ടാരത്തിന് സമീപം തന്നെ 2 ക്ഷേത്രങ്ങളുണ്ട്. അവർക്ക് അദ്ദേഹത്തിൽ നിന്നും ഒരു ഭീഷണിയും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ അതിൻ്റെ മേൽനോട്ടത്തിന് സഹായം അനുവദിക്കുകയും മേൽനോട്ടം വഹിച്ചിരുന്ന ബ്രാഹ്മണരോട് നല്ല കൂട്ടുകാരനായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. മുസ്ലിം പള്ളികളോടും ഹിന്ദു ക്ഷേത്രങ്ങളോടും പുനരുദ്ധാരണത്തിന് വേണ്ടി അദ്ദേഹം സാമ്പത്തിക സഹായം ചെയ്തിരുന്നു. ഇവിടെ അദ്ദേഹം ജാതി നോക്കിയില്ല, മതം നോക്കിയില്ല. ഇതര മതസ്ഥരെ ബഹുമാനിക്കാനും ആദരിക്കാനും അദ്ദേഹം മടി കാണിച്ചിരുന്ന. മറാഠികൾ ശ്രീരംഗപട്ടണത്തിലെ ഒരു ക്ഷേത്രത്തിൽ കയറി പലതും കൊള്ളയടിച്ചപ്പോൾ അവിടുത്തെ ബ്രാഹ്മണർ ടിപ്പുവിൻ്റെ മുന്നിൽ പരാതി ബോധിപ്പിച്ചു. ടിപ്പു സുൽത്താൻ അതിന് നഷ്ടപരിഹാരം നൽകുകയും സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്തു. ടിപ്പു സുൽത്താൻ ചാവക്കാട് ആയിരിക്കുമ്പോൾ ഒരിക്കൽ ഗുരുവായൂർ അദ്ദേഹം കീഴടക്കി. കുബദ്ധികളായ ചില പട്ടാളക്കാർ ക്ഷേത്രത്തിന് തീ കൊടുക്കാൻ ഒരുങ്ങി. അതിൻ്റെ ഒരു ഭാഗത്ത് തീ പിടിച്ചു. ഇതറിഞ്ഞ സേനാനായകൻ അത് കെടുത്തുകയും തീ വെച്ചവരെക്കുറിച്ചുള്ള പരാതി ടിപ്പു സുൽത്താൻ്റെ മുന്നിൽ ബോധിപ്പിക്കുകയും ചെയ്തു. ആ ഒരു കാര്യം ടിപ്പു സുൽത്താൻ്റെ നയത്തിന് എതിരായിരുന്നു. ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്നതിന് അദ്ദേഹം എതിരായിരുന്നു. ആരാധനകൾക്ക് പരിപാലനം കൽപ്പിക്കണം എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിന് തീ വെക്കാൻ ശ്രമിച്ച ഭടന്മാരെ അദ്ദേഹം മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്തു. മാത്രമല്ല, പരിഹാരമായി അദ്ദേഹം മറ്റൊരു കാര്യം ചെയ്തു. ഗുരുവായൂരിൽ നിന്ന് കിട്ടുന്ന പണം കാലങ്ങളായി മൈസൂരിൽ എത്തിക്കുന്നതിന് പകരം അത് ക്ഷേത്രത്തിന് കൊടുക്കുക. തീ കൊണ്ട് കരിഞ്ഞ ഭാഗം അദ്ദേഹം ശരിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ടിപ്പു സുൽത്താൻ ഒരിക്കലും ഒരു ക്ഷേത്രം മറ്റും മതസ്ഥരുടെ ആരാധനകൾ തകർക്കില്ല. കാരണം നാളെ പടച്ച റബ്ബിൻ്റെ മുന്നിൽ അതിന് സമാധാനം പറയേണ്ടി വരുമെന്ന് അദ്ദേഹത്തിന് നല്ല പോലെ അറിയാമായിരുന്നു. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോയിൽ അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടിയ വിവരങ്ങളിൽ നിന്നും വളരെ ചുരുക്കിയിട്ടാണ് ഈ വീഡിയോയിലുള്ള കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളോ അപാധകളോ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.